വർഷങ്ങളായി സിനിമയിൽ രാജാക്കന്മാരായി തുടരുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലും ഡേറ്റിന് വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇവരുടെ ഡേറ്റ് വാങ്ങേണ്ടതെന്ന് പലർക്കും അറിയില്ല. അവരുടെ ഡേറ്റ് വാങ്ങാനുള്ള എളുപ്പവഴിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു വലിയ ലോകമാണ്. ചെറിയ റോളിൽ അഭിനയിക്കുന്നവർ പോലും വലിയ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടും, പ്രത്യേകിച്ച് നടികളാണെങ്കിൽ. അതേസമയം ഒരു സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാവ് അല്ലെങ്കിൽ എഴുത്തുകാരൻ ഇവരൊക്കെ വലിയവരായിരിക്കാം, ഇവരെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ സിനിമ ഓടുന്നു, മോഹൻലാലിൻ്റെ പേരിൽ സിനിമ ഓടുന്നു, ദിലീപിൻ്റെ പേരിൽ സിനിമ ഓടുന്നു. അപ്പോൾ എന്താ പതുക്കെയല്ല. നമ്മളൊരു കാര്യം അവിടെ ഞാൻ പറഞ്ഞു, ദിലീപിൻ്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം പലതുമുണ്ടെങ്കിലും ഈ മമ്മൂട്ടി, മോഹൻലാൽ അതുപോലുള്ള നടന്മാർക്ക് വലിയ സംവിധായകർ, വലിയ എഴുത്തുകാർ, വലിയ പ്രൊഡ്യൂസറെല്ലാം കിട്ടിയപ്പോൾ തന്നെ ഇതൊന്നുമില്ലാതെ തൻ്റേതായുള്ള വഴിയിലൂടെ പോയി സിനിമ വിജയിപ്പിച്ച നടൻ തന്നെയാണ് ദിലീപ്. അതൊരു സംശയവുമില്ല. പക്ഷെ ആ ദിലീപിൻ്റെ ഡേറ്റ് നോക്കുമ്പോൾ എളുപ്പം കിട്ടാൻ ദിലീപിൻ്റെ ഡേറ്റ് മേടിക്കാൻ ദിലീപിനോട് നേരിട്ട് ചോദിച്ചാൽ മതി. അത് ദിലീപ് നേരിട്ട് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ കുടുംബമാണ് ദിലീപിൻ്റെ ഡേറ്റുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ചോദിക്കും മോഹൻലാലിൻ്റെ ഡേറ്റ് എങ്ങനെയാണെന്നുള്ളത്. മോഹൻലാലിൻ്റെ ഡേറ്റും മമ്മൂട്ടിയുടെ ഡേറ്റും കിട്ടണമെങ്കിൽ എളുപ്പവഴിയുണ്ട്, പറയാം. അതിനു മുൻപ് ഞാൻ വേറൊരു നടനെക്കുറിച്ച് പറഞ്ഞിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം സിനിമ പരാജയപ്പെടുമ്പോഴും ആ നടൻ ഓടി ഒളിച്ചിട്ടില്ല എന്നാലോചിക്കണം. പ്രൊഡ്യൂസർമാരാണ് തൻ്റെ അന്നദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അഭിനയിച്ചൊരു വലിയ നടനുണ്ടായിരുന്നു. വലിയ നടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അതിന് ഉദാത്തമായ അഭിനയത്തിൽ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്നുള്ളതല്ല, നല്ല മനസ്സുള്ള വലിയ നടൻ നമ്മുടെ പ്രേം നസീർ സാർ എന്ന് പറയാം, ഇല്ലേ? അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന നടനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ എന്നുവെച്ചാൽ എനിക്കറിയാവുന്ന കാര്യം കൊണ്ട് വെളുപ്പിനെ തുടങ്ങും രാത്രി വരെ ഷൂട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണെന്ന് ആലോചിക്കണം. ആഹാരം കഴിച്ചോ കഴിച്ചില്ലയോ, നല്ല ആഹാരമാണോ, എന്ത് കൊടുത്താലും ചിരിച്ചുകൊണ്ട് അതെ കൊള്ളാം എന്ന് പറഞ്ഞിരുന്ന നടനാണെന്ന് ആലോചിക്കണം. ഒരു രംഗം നേരിട്ട് കാണാണ്ടായി നമ്മുടെ സുകുമാരൻ നസീർ സാറും ഉള്ളൊരു സെറ്റ്. അവിടെ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ഭക്ഷണം തല്ലിപ്പൊളി ഭക്ഷണമായിരുന്നു. സുകുമാരൻ ഒരു കുറച്ചെടുത്തിട്ട് കഴിച്ചിട്ട് അത് അവിടെ വെച്ചു. ദേഷ്യപ്പെടാനും പറ്റില്ല, കാരണം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യും. അതുകൊണ്ട് വരില്ല. അപ്പോൾ അടുത്ത് നസീർ സാർ ഈ സാധനം ഇങ്ങനെ സന്തോഷത്തോടു കൂടി അനുഭൂതിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദേഷ്യത്തോടെ സുകുമാരൻ നോക്കിയിരിക്കുകയാണത്. എന്നിട്ട് ചോദിച്ചു, സാറേ ഭക്ഷണം എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് വെച്ചിരിക്കുക. എന്നിട്ട് സാറെന്താ ബാക്കി വെച്ചാൽ, അല്ല സുകുമാര, നമുക്കിപ്പോൾ ഇത് മോശം ഭക്ഷണം തന്നെയാണ്, മോശം ഭക്ഷണം എന്ന് പറയാൻ പറ്റുമോ, അവർ കയ്യബദ്ധം പറ്റിപ്പോയി എന്നാണ് നസീർ സാർ പറഞ്ഞെന്നാലോചിക്കണം. അങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സിനിമകൾക്കിടയിൽ ചില പടങ്ങൾ പരാജയപ്പെടാറുണ്ട്, ചില പടങ്ങൾ വിജയിക്കാറുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലെ നടന്മാർ, അതായത് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും മറ്റേത് നടനായും ഒരു പ്രൊഡ്യൂസർ അവരുടെ പടം പരാജയപ്പെട്ടു എന്നറിഞ്ഞാൽ ആ പരാജയപ്പെട്ട പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്താനൊന്നും ഇപ്പോഴത്തെ അഭിനേതാക്കൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അവിടെയാണ് പ്രേം നസീറിൻ്റെ ശക്തിയും മനസ്സും കണ്ടത്. ഇപ്പോൾ ഒരു പടം പൊട്ടിയിരിക്കുക, പ്രൊഡ്യൂസർ വരില്ല നസീർ സാറിൻ്റെ അടുത്തേക്ക്. പക്ഷേ നസീർ സാർ ഇതെല്ലാം അന്വേഷിച്ചിരിക്കുക, ആ സിനിമ എങ്ങനെ പോയി, എത്ര നഷ്ടം വന്നുള്ളത്. അങ്ങനെ പ്രൊഡ്യൂസർ വിളിക്കാതിരിക്കുമ്പോൾ നസീർ സാർ തിരിച്ചു വിളിക്കും, പടം പൊട്ടിയിരിക്കുകയാണ്, നഷ്ടം വന്നിരിക്കുകയാണ്, നമുക്കൊരു സിനിമ ചെയ്യണ്ടേ എന്ന് അങ്ങോട്ടാ ചോദിക്കുക. ആ സിനിമ ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോൾ നസീർ സാറിന് കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളല്ല, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഡേറ്റ് ഒന്നുമില്ല. എന്നാലും ഈ ഇന്ന് അഭിനയിക്കുന്ന സിനിമയുടെ ഒരു ഡേറ്റുകൾ കുറേശ്ശെ അഡീഷണൽ സമയം, അതായത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, രാത്രി 10 മണിക്ക് ശേഷം നിങ്ങൾ സെറ്റപ്പ് ചെയ്തോളൂ. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി. അത്രയും പടം ചെയ്ത് പ്രൊഡ്യൂസർമാർ രക്ഷപ്പെടുത്തിയ ആളാണെന്നാലേക്ക് പ്രേം നസീർ. അതൊരു വലിയ കാലഘട്ടമാണെന്ന് ആലോചിക്കണം. ആ ഒരു കാലഘട്ടം ഇന്ന് പോയിട്ട് ഇന്ന് പടം പൊളിഞ്ഞാൽ ആ പ്രൊഡ്യൂസർക്ക് മുഖം കൊടുക്കാതെ പോകുന്ന നടന്മാരാണ് ഇവിടെയാണെന്ന് ആലോചിക്കണം.
അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് മമ്മൂട്ടിയുടെ ഡേറ്റാണ്. പൊന്നിൻ വിലയാണ് മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടിയിരിക്കുന്നത്. മുമ്പൊക്കെ മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിയാൽ വേറെ ഒന്നും വേണ്ട, അതൊന്നും മറച്ച് വെക്കുക. നമ്മൾ ഭൂമി കൈകാറ്റം പോലെ റിയൽ എസ്റ്റേറ്റ് പോലെയാണ്. ഇന്ന് മമ്മൂട്ടിയെ കണ്ട് മമ്മൂട്ടി ഡേറ്റ് വാങ്ങുന്നു, ശരി. അപ്പോൾ മമ്മൂട്ടി പറയും എൻ്റെ ഡേറ്റ് ആരെ സമീപിച്ചാൽ എൻ്റെ ഡേറ്റ് ഇന്ന ആളുടെ കയ്യിലുണ്ട്. അങ്ങനെ അയാൾ സമീപിക്കുന്നു, ഡേറ്റ് തരാം. ഡേറ്റ് മറച്ച് വെക്കുന്നു. അതായത് 10-15 ലക്ഷം കിട്ടിയാൽ ആ ഡേറ്റ് മറച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇയാൾക്ക് ഒന്നും അറിയണ്ട, 15 ലക്ഷം പോക്കറ്റിലിട്ട് അങ്ങനെയും ജീവിച്ച കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം. വേറൊരു രീതിയുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലിനും സിനിമ ബൾക്കായിട്ട് വിൽക്കും. ഔട്ട്റൈറ്റ് എടുക്കുക എന്നതിന് പറയാം. ഔട്ട്റൈറ്റ് എങ്ങനെയാണ്? അതൊരു കാലഘട്ടമാണത്. മമ്മൂട്ടി സിനിമയ്ക്ക് ഇത്ര കോടി രൂപ അങ്ങനെ കച്ചവടം ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് പിന്നെ തുടങ്ങുക. അങ്ങനെ പല സംവിധായകരും ചെയ്തിരിക്കുന്നത് അങ്ങനെ ബൾക്കായിട്ട് അത് മേടിച്ചിട്ട് ഇവർ ചിലവ് ചുരുക്കിയിട്ട് സിനിമ ചെയ്തിട്ട് ബാക്കി പൈസ എടുക്കുന്നു. അങ്ങനെ ഒരു ബിസിനസ് തരംഗമുണ്ടായിരുന്നു. ഇപ്പം നടക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചു. പലരും പറഞ്ഞു നമുക്കൊന്നും ഡേറ്റ് കിട്ടില്ല. ഡേറ്റ് കിട്ടില്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇവരൊക്കെ വലുതായപ്പോൾ മമ്മൂട്ടിക്ക് മമ്മൂട്ടി കമ്പനിയുണ്ട്, മോഹൻലാലിന് ആന്റണി കമ്പനിയുണ്ട്. ഇങ്ങനെ അവർ തന്നെയാണ് മിക്ക സിനിമകളും ചെയ്യുന്നത്. അവർ തന്നെ എടുക്കുന്നു, വിൽക്കുന്നു, കാശിന് ലാഭം കിട്ടുന്നു. ഇതിനിടയിൽ മറ്റൊരു നിർമ്മാതാവിന് ഡേറ്റ് കൊടുക്കാൻ സമയം എവിടെ എന്ന് ചോദിക്കും. തമാശയില്ല, സീരിയസ് ഉള്ള കാര്യങ്ങളാണ്. ഞങ്ങളെ വളർത്തിയ, ഞങ്ങൾക്ക് വലുതാവാനുള്ള അവസരങ്ങൾ നൽകിയ എത്ര നിർമ്മാതാക്കളെ ഇപ്പോഴത്തെ താരങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ആലോചിക്കണം, ഇല്ലേ? സത്യത്തിൽ അവർ ചെയ്യേണ്ടത് എന്താ? അവർ ചെയ്യേണ്ടത് അവരാണ് ഡേറ്റ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി, വലിയ സ്വത്തെടുക്കാൻ വേണ്ടി, മൊണോപ്പൊളി ആകാൻ വേണ്ടി അവർ ബാനറുകൾ ഉണ്ടാക്കി അവർ തന്നെ എല്ലാ സിനിമയും എടുത്ത് ലാഭം കൊയ്യുന്ന രീതിയല്ല ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴും ചിലർക്ക് ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കാണാൻ ഇപ്പോൾ എനിക്കറിയാം, കഴിഞ്ഞ വർഷം ഒരു സുഹൃത്ത് കയ്യിൽ ഞാൻ 50 കോടി രൂപ വേണമെങ്കിൽ ചിലവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ എടുക്കാൻ നടക്കാറ്. പക്ഷേ എനിക്ക് ആദ്യം മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടണം. ഞാൻ പറയും മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടില്ല, മോഹൻലാൽ എടുത്തോ. അല്ലല്ല, എനിക്കാണെങ്കിൽ ആദ്യം മമ്മൂട്ടി സിനിമ എടുക്കണം. ഇങ്ങനെ നടന്നൊരു പ്രൊഡ്യൂസ് നടന്ന് അവസാനം ഈ ഡേറ്റ് കിട്ടാൻ എന്താ വഴി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വഴി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയണ വഴി ശരിയാണോന്നറിയില്ല, പക്ഷെ അത് നടക്കാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടിയുടെ കൂടെ 2 പേരുണ്ട് ഇവിടെ ഇപ്പോൾ. ഒരു ആൻഡോ ജോസഫ് നിർമ്മാതാവും കൂടിയാണ്. പിന്നെ മമ്മൂട്ടിയുടെ ഹൃദയം സൂക്ഷിപ്പുകാരുടെ മേക്കപ്പ് മാനുണ്ട് ജോർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നില്ല. എം.ഒ. ദേവസ്യയുടെ മകൻ, പ്രശസ്ത മേക്കപ്പ് മാനായിരുന്ന എം.ഒ. ദേവസ്യയുടെ മകൻ ജോർജ് വർഷങ്ങൾക്ക് മുമ്പേ മമ്മൂട്ടിയോട് കൂടി, മമ്മൂട്ടി ഒരു വിശ്വസ്തരായിരുന്നുള്ള. ഈ 2 പേരെയും നിങ്ങൾ കഥ പറഞ്ഞ് ചാക്കിട്ടിട്ട് ഓർപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മമ്മൂട്ടിയിലേക്ക് ദൂരം കുറച്ചേ ഉണ്ടാവുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതനുസരിച്ച് അയാൾ സന്തോഷമായി. നടക്കുമോ? നമ്മൾ ഈ വഴി നടക്കും. അല്ലാതെ നിങ്ങൾ ഇവർ 2 പേരെയും കാണാതെ നേരിട്ട് മമ്മൂട്ടിയെ കാണാൻ പറ്റില്ല, മമ്മൂട്ടിയുടെ സംസാരിക്കാൻ പറ്റില്ല. എന്തിന്? ഫോൺ ചെയ്താൽ പോലും മമ്മൂട്ടി എടുക്കില്ല. പിന്നെ നിങ്ങൾ ഈ കാശ് വെച്ച് ജീവിതകാലം മൊത്തം അങ്ങനെ കഴിയേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അവർ പോയി ആൻഡോ ജോസഫിനെ കണ്ടു, ജോർജിനെ കണ്ടു. കാര്യങ്ങളൊക്കെ ഒരു ഇതായി. അവർ ഡേറ്റും കിട്ടി എന്നാണ് പറഞ്ഞത്. ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ആ സിനിമ നടന്നോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇനി മമ്മൂട്ടി ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മോഹൻലാലിന് ഡേറ്റ് വേണമല്ലോ. മോഹൻലാൽ മുമ്പ് കുറേ അബദ്ധം ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്നവർക്കൊക്കെ സ്നേഹബന്ധത്തിൻ്റെ കുറേ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേറ്റ് കൊടുക്കുമ്പോൾ കാശും കിട്ടില്ല, സിനിമയും രക്ഷപ്പെടില്ല. അങ്ങനെ ഒരു കാലഘട്ടം മോഹൻലാലിൻ്റെ ആയിരുന്നു. അതേ സമയത്ത് ഇവിടെ ആൻഡോ ജോസഫ് ജോർജിനെ പോലെ മോഹൻലാലിന് ഒരേ ഒരാൾ മാത്രമുള്ള ആൻ്റണി പെരുമ്പാവൂർ എന്നാണ്. ആൻ്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമാണ് മോഹൻലാലിൻ്റെ ശുക്രദശ വന്നത്. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. മോഹൻലാലിനെ പറ്റിക്കാൻ പറ്റില്ല. ഡേറ്റ് കിട്ടുന്ന കൃത്യമായി ഡേറ്റ് കൊടുക്കുന്നു, പ്രതിഫലം പറഞ്ഞ് മേടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വഴി നോക്കിയപ്പോഴാണ് പിന്നെന്താ, അപ്പോൾ മോഹൻലാലിലേക്കുള്ള അടുക്കാനുള്ള ദൂരം നോക്കിയപ്പോഴാണ് ആൻ്റണി പെരുമ്പാവൂരിനെ സമീപിച്ചാലാണ് മോഹൻലാലിനെ അതായത് ഒരു നമ്മളൊക്കെ ഈ ലിങ്ക് അല്ലെങ്കിൽ പറയും കൺജങ്ഷൻ എന്നൊക്കെ പറയില്ലേ എന്ന് കൂട്ടി ഇണക്കാൻ പറ്റുള്ള പേരാണ് ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി പെരുമ്പാവൂർ സംബന്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓക്കെ. ആ ഓക്കെ പറഞ്ഞാൽ പിന്നെ ലാലായിട്ട് കൂട്ടി വന്ന് കച്ചവടം ചെയ്യുന്നു. ഇങ്ങനെയുള്ള സംവിധാനങ്ങളും എളുപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഈ രഹസ്യം പറഞ്ഞതിന് എല്ലാവരും കൂടി ഒരുമിച്ച് അവരെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താവും കഥ?